കുവൈറ്റിൽ പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങളുടെ സർവീസ് ചാർജ് കുത്തനെ വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പ്രവാസി ലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു. സാധാരണക്കാരെ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലാക്കുന്ന തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രവാസി സംഘടനകളും കേരളത്തിൽ നിന്നുള്ള എംപിമാരും രംഗത്തെത്തി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് തിരിച്ചടിയായി പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങളുടെ സർവീസ് ചാർജിൽ വർധന വരുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് തീരുമാനത്തിനെതിരെ കുവൈറ്റിലെ വിവിധ സംഘടനകളും കേരളത്തിൽ നിന്നുള്ള എംപിമാരും രംഗത്തെത്തിയിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണെന്ന് ചൂണ്ടിക്കാട്ടി OICC, KNCC, കേരള അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വിവിധ പ്രവാസി സംഘടനകൾ പ്രതിഷേധം രേഖപ്പെടുത്തി. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട PP സുനീർ ഉൾപ്പെടെയുള്ള എംപിമാരും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട്. നിർബന്ധിത സേവനങ്ങൾ ഒഴിവാക്കുക, സർവീസ് ചാർജ് ഗണ്യമായി കുറയ്ക്കുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികൾക്ക് ഇളവുകൾ അനുവദിക്കുക, അബ്ബാസിയയിലെ സേവന കേന്ദ്രം പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജൂലൈ 1 മുതൽ പുതിയ സേവനദാതാക്കളായ ഡ്യൂ ഡിജിറ്റൽ ഗ്ലോബൽ ചുമതലയേൽക്കുന്നതോടെയാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത്. നിലവിൽ 1 കുവൈറ്റ് ദിനാറായിരുന്ന സർവീസ് ചാർജ് ഇനി 6 ദിനാറായാണ് ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ സേവന നിരക്കിൽ 6 ഇരട്ടിയോളം വർധനയാണ് ഉണ്ടാകുന്നത്. നിരക്ക് വർധനവിന് പുറമെ നേരത്തെ സ്വമേധയാ തിരഞ്ഞെടുക്കാമായിരുന്ന കൊറിയർ, ഫോട്ടോ കോപ്പി തുടങ്ങിയ സേവനങ്ങളും നിർബന്ധിതമാക്കിയിരിക്കുന്നു. കൂടാതെ അബ്ബാസിയയിലെ സേവന കേന്ദ്രം പ്രവർത്തനം അവസാനിപ്പിച്ച് ദജീജിയിലേക്ക് മാറിയതും സാധാരണ തൊഴിലാളികൾക്ക് അധിക യാത്രാച്ചെലവും സമയനഷ്ടവും ഉണ്ടാക്കുമെന്നാണ് ആശങ്ക. പ്രവാസികളുടെ ആശങ്കകൾ പരിഗണിച്ച എത്രയും വേഗം അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം. റിപ്പോർട്ടർ, കുവൈറ്റ്.